Hello dears, I'm P.A. Nazar. I have come here to give you certain information regarding the HSST English PSC syllabus, especially the small portion given in the syllabus related to ballads. You know, ballads are given in our syllabus second module. That means module 2 of HSST English Kerala PSC syllabus. And the two ballads prescribed for us are one Sir Patrick Spence and two Chevy Chase. Okay, before going or entering those two prescribed ballads, we should consider an overall picture of ballads. And many of the things I'm going to tell you, I'm sure you know very well, but getting things repeatedly or knowing things repeatedly will be beneficial for any examination. Taking that point in mind, I am here standing before you to give some points related to ballads. Okay, are you ready? Are you ready? Don't get confused. Don't get diffident. Be confident. Be strong always. Be optimistic, because we are going to crack this examination. First of all, have faith in ourselves, as Emerson has said. Individualism, our uniqueness. We can always say that we can. And Swami Vivekananda has once said that one person who says I can't is most obnoxious creature. എനിക്ക് കഴിയില്ല എന്ന് വിശ്വസിച്ച് അല്ലെ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നവനാണ് ഏറ്റവും നികൃഷ്ട ജീവി എന്ന് സ്വാമി വിവേകാനന്ദർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വി ഷുഡ് സേ ദാറ്റ് ഐ ക്യാൻ ഓർ ഐ വിൽ ട്രൈ എന്നെങ്കിലും പറയാം. ഐ കാണ്ട് എന്ന് ഒരിക്കലും പറയണം. നിങ്ങൾക്ക് കഴിയും ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ. നിങ്ങൾക്കറിയാം, ഇത് HSA പോലെ ഒരുപാട് പേര് കാൻഡിഡേറ്റ്സ് ഒന്നുമില്ല. ഒരു 3000 അറൗണ്ട് കാൻഡിഡേറ്റ്സ് കേരളത്തിൽ സാധാരണഗതിയിൽ PSC HSST ഇംഗ്ലീഷിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇടയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. നിങ്ങൾക്ക് പ്രോമിനൻ്റ് ആയിട്ട് ടോപ്പേഴ്സ് ആയി വരാൻ കഴിയും. അതിന് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ട്രസ്റ്റ് യുവർ സെൽഫ് എന്നാണ്. ട്രസ്റ്റ് ദൈ സെൽഫ് ആൻഡ് ബി കോൺഫിഡൻറ്റ് ആൻഡ് ട്രസ്റ്റ് your God also. If you are believing in God, have faith in God and study what we have to study now and leave everything to God Almighty. അതാണ് നമ്മൾക്ക് വേണ്ടത്. എന്തായാലും നമ്മൾക്ക് എക്സാം വളരെ സക്സസ്ഫുള്ളി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കും നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പാട്രിക് സ്പെൻസ്, ചെവി ചേസ് ഇതൊക്കെയാണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുന്ന ബാലൻസ് എന്ന് വെച്ച് നമ്മൾ അത് മാത്രം പഠിച്ചുകൊണ്ട് ഒതുങ്ങി നമ്മൾ എക്സാമിനേഷന് അപ്രോച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലഡ് പ്രിസ്ക്രൈബ് ചെയ്ത ആ ജാൻറെ, ബാലഡ് എന്നുള്ള ജാൻറയെ കുറിച്ച് നമ്മൾ കുറച്ച് വിശദമായിട്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ രീതിയിൽ ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. ആൻസറും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വിച്ച് മിഡിൽ ഇംഗ്ലീഷ് വർക്ക് ഹാസ് റെഫറൻസ് ടു റോബിൻ ഹുഡ് എന്ന് പറയുന്ന ബാലഡിലേക്ക് റെഫറൻസ് ഉള്ള മിഡിൽ ഇംഗ്ലീഷ് വർക്ക് ഏതാണെന്ന് ചോദിക്കാം. യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാം, ഈ മിഡിൽ ഇംഗ്ലീഷ് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ബാലഡുകൾ ഉണ്ടായത്. ഈ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ നമുക്ക് ബാലഡുകൾ എന്ന് പറയുന്ന ആ ജാൻറെ ഉണ്ടായതായിട്ട് അറിവില്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഓൾഡസ്റ്റ് ഇംഗ്ലീഷ് ബാലഡ് എന്ന് നമുക്ക് ഡച്ച് ബാലഡും അതേസമയം തന്നെ ഉണ്ട്. ഓൾഡസ്റ്റ് ഇംഗ്ലീഷ് ബാലഡ് എന്ന് പറയുന്നത് 13th സെഞ്ച്വറിയിലാണ്. 13th സെഞ്ച്വറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1066 മുതൽ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടമാണ്. അപ്പോൾ 13th സെഞ്ച്വറിയിൽ ആവുമ്പോൾ മിഡിൽ ഇംഗ്ലീഷിൽ തന്നെയാണ് ഓൾഡസ്റ്റ് ഇംഗ്ലീഷ് ബാലഡ് ഉള്ളത്. അതിൻ്റെ ഓൾഡസ്റ്റ് ഇംഗ്ലീഷ് ബാലഡിൻ്റെ പേര് ജൂഡാസ് എന്നാണ്. ജൂദാസ്.
അതാണ് ഓൾഡസ്റ്റ് ഇംഗ്ലീഷ് ബാലഡ് ആയിട്ട് അറിയപ്പെടുന്ന ബാലഡ്. അത് ഈ ബാലഡുകളുടെ കളക്ഷൻ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഫ്രാൻസിസ് ചൈൽഡ് ആണ് ഈ ഇംഗ്ലീഷ് ആൻഡ് സ്കോട്ടിഷ് ബാലഡുകൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ഫ്രാൻസിസ് ചൈൽഡ്. ഇപ്പോൾ ഫ്രാൻസിസ് ചൈൽഡിന്റെ കളക്ഷനിൽ ഓൾഡസ്റ്റ് ബാലഡ് ആയിട്ടാണ് ഈ ജൂഡാസിനെ കണക്കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാലഡ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പ്രോമിനന്റ് ആൻഷ്യന്റ് ട്രഡിഷൻ ഒന്നും ഇല്ലാത്തതാണെങ്കിലും ഈ ബാലഡുകൾ പൊതുവെ കൺവേ ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ട്രഡീഷണൽ ആയിട്ട് അതിനു മുമ്പ് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, അതിൽ തന്നെ ബാറ്റിൽസ്, അഡ്വഞ്ചറസ് ഫൈറ്റിങ്സ്, അഡ്വഞ്ചറസ് ജേണി, അതുപോലെ ഡ്രാഗൺസ്, അതുപോലെ പിന്നെ റൊമാൻസ്, ഇങ്ങനെ അതിനു മുമ്പോ അല്ലെ ആ കാലഘട്ടത്തിലോ കഴിഞ്ഞു പോയ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉൾപ്പെടുന്ന സോങ്സ് ആണ് ബാലഡ്സ്. ശരിക്കും ബാലഡ്സ് ഓറലി ട്രാൻസ്മിറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഓറലി ട്രാൻസ്മിറ്റഡ് ആണ്. പർട്ടിക്കുലർ ഓതർഷിപ്പ് ഒന്നും നമുക്ക് ബാലഡിന് പറയാൻ പറ്റില്ല. ബാലഡ്സ് നമ്മൾ ട്രഡീഷണൽ ബാലഡ് അല്ലെങ്കിൽ മോഡേൺ ബാലഡ് അല്ലെങ്കിൽ ലിറ്റററി ബാലഡ് എന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രഡീഷണൽ ബാലഡിനാണ് നമുക്ക് പർട്ടിക്കുലർ ഓതർഷിപ്പ് ഇല്ലാത്തത്. അത് അൺനോൺ ആയിട്ടുള്ള ഓതേഴ്സ് ആണ്. അല്ലെങ്കിൽ ഓറലി ട്രാൻസ്മിറ്റഡ് ആകുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വരുമ്പോൾ പല ഓതേഴ്സിൻ്റെയും ഇൻ്റർഫിയറൻസ് ഉണ്ടാകും. പക്ഷേ ലിറ്റററി ബാലഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കീറ്റ്സിൻ്റെ ലാബെല്ല ഡാമെ, സാൻസ് മെർച്ചി, അങ്ങനെയുള്ള ലിറ്റററി ബാലഡ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓതർ കിട്ടുകയുള്ളൂ. ട്രഡീഷണൽ ബാലഡ്സ് സാധാരണഗതിയിൽ നെറേഷനാണ്, സോങ്സ് ആണ്. സോങ്സ് എന്ന് പറയുന്നത് സ്റ്റോറി നെറേഷനായിട്ടാണ് വരുന്നത്. അതിൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിമ്പിൾ റിതം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ABCB എന്നുള്ള സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന റിതമാണ്. ചിലതിലൊക്കെ AB കാണാം. അങ്ങനെയുള്ള 4 വരി ക്വാട്രൈൻസ് ആണ് സാധാരണഗതിയിൽ ബാലഡ്സിന് നമുക്ക് കാണാറുള്ളത്. 4 വരി ക്വാട്രൈൻസ്. അപ്പോൾ ക്വാട്രൈൻസ് എന്ന് പറഞ്ഞാൽ 4 ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് സർ പാട്രിക് സ്പെൻസിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ അതിൽ 11 ക്വാട്രൈൻസ് കാണാം. 11ഓളം ക്വാട്രൈൻസ് ഒരു 44 വരികളിലായിട്ടാണ് ആ ബാലഡ് കിടക്കുന്നത്. അതിൻ്റെ പിന്നെ റൈം സ്കീം ABCB എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള റൈം സ്കീമാണ് ബാലഡിൽ ഉണ്ടാകുക. ബാലഡിൻ്റെ മറ്റൊരു പ്രത്യേകത സോങ് ആണ്, മ്യൂസിക്കാലിറ്റി. അത് വളരെ മനോഹരമായിട്ട് നമുക്ക് പാടിക്കൊണ്ട് നടക്കാൻ പറ്റും. അത് നാടോടികളും മറ്റും പാടിക്കൊണ്ട് നടക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ തച്ചോളി കഥകളും മുമ്പത്തെ തച്ചോളി ഓതേനൻ്റെ പാട്ടുകളൊക്കെ ബാലഡിൽ വരുന്നതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വിച്ച് മിഡിൽ ഇംഗ്ലീഷ് വർക്ക് ഹാസ് റെഫറൻസ് ടു റോബിൻ ഹുഡ് ബാലഡിനൊക്കെ റെഫറൻസ് ഉള്ള പയസ് പ്ലൗമാൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഓൾഡസ്റ്റ് സർവൈവിങ് റോബിൻ ഹുഡ് ബാലഡ് എന്ന് ചോദിച്ചാൽ റോബിൻ ഹുഡ് ആൻഡ് ദ മങ്ക് എന്ന് നമ്മൾ എഴുതണം. അത് 1450 അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നു. നെയിം ഓഫ് ദ ഫ്രയർ ഇൻ റോബിൻ ഹുഡ് ആൻഡ് ദ കർട്ടൽ ഫ്രയറിൽ ഫ്രയർ ടക്ക്. ഇങ്ങനെയുള്ള ഒരു നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് റോബിൻ ഹുഡ് അല്ല, നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുന്നത് പാട്രിക് സ്പെൻസറും ചെവി ചേസുമാണ്. എന്നാലോ നമ്മൾ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. എങ്കിലേ നമ്മൾക്ക് എക്സാമിനേഷൻ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിനേഷൻ ഫേസ് ചെയ്യും. അപ്പോൾ അല്ലാതെ തന്നിരിക്കുന്ന വർക്ക് മാത്രം പഠിച്ച് പോകുന്ന ഒരു കുട്ടിക്ക് പരീക്ഷ ഹാളിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അതുമായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ആ കുട്ടിക്ക് പെട്ടെന്ന് കിട്ടുകയില്ല. അഥവാ അങ്ങനെ ഒരു ചോദ്യം റിലേറ്റഡ് ആയി വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ക്ലാസ് തരുമ്പോൾ ആ വർക്ക് മാത്രമല്ല, ആ വർക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അതേ ഓതറിൻ്റെ തന്നെ മറ്റു വർക്കുകൾ കൂടി റെഫർ ചെയ്ത് പോകാറുണ്ട്. ഓക്കെ, വളരെ വൈഡ് റേഞ്ചിലൊന്നും പോകേണ്ടതില്ല. അതിന് ക്ലോസ് റിലേഷനുള്ള വർക്കുകളും ആ ഓതറിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള വർക്കുകളും നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത സർ പാട്രിക് സ്പെൻസ് തന്നെ നോക്കാം. ഈ സർ പാട്രിക് സ്പെൻസ് എന്ന് പറയുന്നത് വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ സ്കോട്ടിഷ് കിങ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ദ ബെസ്റ്റ് ആയിട്ടുള്ള നാവിഗേറ്റർ സെയിലറെ കണ്ടുപിടിച്ചു, ക്യാപ്റ്റനെ കണ്ടുപിടിച്ചു, അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ സർ പാട്രിക് സ്പെൻസ് ആണ്. അപ്പോൾ രണ്ടാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്യൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നോർവേയിൽ പോയിട്ട് ഒരു പ്രിൻസസിനെ കൊണ്ടുവരണം. ഒരു പ്രിൻസസ് ഈ രാജ്യത്ത് അടുത്ത ക്യൂനാകാനൊക്കെ സാധ്യതയുള്ള ഒരു പ്രിൻസസ് നോർവേയിലുണ്ട്.
ആ നോർവേയിലെ പ്രിൻസസും അവളുടെ റെറ്റിനി, അവളുടെ മറ്റ് അറ്റൻഡൻസിനെ ഒക്കെ പിന്നെ കയറ്റി ഇങ്ങോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുവരണം, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം, ഷിപ്പ് പോകണം എന്നുള്ള ഒരു പ്രത്യേകമായ കമാൻഡാണ് സർ പാട്രിക് സ്പെൻസിന് സ്കോട്ടിഷ് കിങ് നൽകുന്നത്. യഥാർത്ഥത്തിൽ സർ പാട്രിക് സ്പെൻസ് കിങ്ലി ഓർഡർ അനുസരിക്കാൻ ഡ്യൂട്ടിഫുൾ ആയിട്ട് ബൗണ്ടാണ്. അതുകൊണ്ട് സർ പാട്രിക് സ്പെൻസ് ഉടനെ തന്നെ ആ ഓർഡർ ഒബേ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ആയിട്ടുള്ള നാവിഗേറ്റേഴ്സ് പറഞ്ഞു അവർക്ക് ഒമൻ കാണുന്നുണ്ട്. ഒമൻ എന്ന് പറഞ്ഞ ദുശകുനം അവർ കാണുന്നുണ്ട്. കാരണം ഒരു മൂൺ എന്ന് പറഞ്ഞാൽ ക്രസന്റ് രൂപത്തിലുള്ള മൂണാണ്. ആ ക്രസന്റ് രൂപത്തിലുള്ള ന്യൂ മൂണിന്റെ ഇൻസൈഡിൽ ഉൾവശത്തായിട്ട് ഓൾഡ് മൂണിനെ കാണുന്നുണ്ട്. അതായത് ഓൾഡ് മൂൺ ഇൻസൈഡ് ദ ക്രസന്റ് ഓഫ് ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ ബാഡ് ഓമൻ ആണ്. അത് ഒരു സ്റ്റോമിന് സാധ്യതയുണ്ട്, ഒരു വലിയ സ്റ്റോം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, പാട്രിക് സ്പെൻസ് ചിന്തിച്ച് നോക്കിയപ്പോൾ ഇവിടെ വിന്റർ സീസൺ ആണ്. മിഡ് വിന്റർ സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ടമൾട്ടസ് സീ ഉണ്ടാകുന്ന ഒരു സീസണാണ് മിഡ് വിന്റർ. അപ്പോൾ ആ മിഡ് വിന്ററിൽ തന്നെ ഈ വോയേജ് കണ്ടക്ട് ചെയ്യുക എന്നത് വളരെ വളരെ റിസ്കിയാണ്, വളരെ വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ എനി ടൈം എനിത്തിങ് ക്യാൻ ഹാപ്പൻ അറ്റ് സീ എന്നതാണ്. അപ്പോൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം തന്നെ പുട്ടപ്പാർട്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാ നെഗറ്റീവ് ചിന്തകളും നമ്മൾ ഒരു അറ്റംപ്റ്റ്, ഒരു വെഞ്ചറിലേക്ക് ഇറങ്ങുമ്പോൾ വി ഷുഡ് കാസ്റ്റ് അവേ, വി ഷുഡ് പുട്ട് അവേ ഓൾ our negative thoughts and we should concentrate only the end or the game or the goal or successful finishing of that particular venture എന്നാണ്. അതിൽ ഒരു പക്ഷേ ഗോഡിന്റെ വിധി പ്രകാരം നമ്മൾ ഡിസ്ട്രോയിഡ് ആയി പോകും, അല്ലെങ്കിൽ നമ്മൾ പെരിഷ്ഡ് ആയി പോകും എന്ന് വിചാരിച്ച് നമ്മൾ ഒന്നും അറ്റംപ്റ്റ് ചെയ്യാതിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും തന്നെയാണ് സർ പാട്രിക് സ്പെൻസിന്റെ സ്റ്റോറി. കാരണം അതിൻ്റെ എൻഡ് നമ്മൾ നോക്കണ്ട. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് പാസ്സായാൽ തന്നെ നെക്സ്റ്റ് മൊമെന്റിൽ നമുക്ക് എന്ത് സംഭവിക്കും അത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അഡ്വൈസ് മെമ്മോ വന്നു, അടുത്ത നിമിഷം നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെ ലൈഫിൽ വാട്ട് വി ഹാവ് ടു ഡു സക്സസ്ഫുള്ളി അറ്റ് പ്രസന്റ് എന്നുള്ള വി ഷുഡ് ഡു ദാറ്റ്. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം ഈശ്വരൻ തരും. ആ ഈശ്വരന്റെ കർമ്മഫലത്തെക്കുറിച്ച് കൊടുത്ത് അത് എന്താണ് തരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ടു ബി ഡിസൈഡഡ് ബൈ ഗോഡാണ്. അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുക, നമ്മുടെ വർക്ക് ചെയ്യുക. അതാണ് സർ പാട്രിക് സ്പെൻസും തീരുമാനിച്ചത്. സർ പാട്രിക് സ്പെൻസ് ഈ വോയേജ് കണ്ടക്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. നോർവേയിലേക്ക് പോവുകയാണ്. പക്ഷെ നോർവേയിൽ പോവുകയും അവിടെ നിന്ന് ആ പെൺകുട്ടിയെ, പ്രിൻസസിനെ തിരിച്ച് നാട്ടിലേക്ക് റിട്ടേൺ വോയേജിലാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. റിട്ടേൺ വോയേജിലാണ് വലിയൊരു സ്റ്റോം ഉണ്ടാവുകയും ആ സ്റ്റോമിൽ ഈ പ്രിൻസസ് അടക്കം പാട്രിക് സ്പെൻസ് അടക്കം എല്ലാവരും തന്നെ റെക്ഡായിട്ട് മരിച്ചു പോകുന്ന ഒരു ട്രാജിക് ഇവൻ്റാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് മെസ്സേജ് ഉണ്ട്. ഒബീഡിയൻസ്, അതുപോലെ പിന്നെ ഷിവൽറി. ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരിക, അവളെ കൊണ്ടുവരുന്ന ഒരു ഷിവൽറസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും അത് നോബിൾ പെൺകുട്ടി ആവുമ്പോൾ, റോയൽ പെൺകുട്ടി ആവുമ്പോൾ അത് ഷിവൽറി എന്ന് നമുക്ക് പറയാം. അതിൽ റൊമാൻസ്, ഷിവൽറിയിൽ എപ്പോഴും റൊമാൻസ് ഉള്ളാവുമെന്ന് വേണമെന്നില്ല. ഒരു നോബിൾ ആയിട്ടുള്ള, റോയൽ ആയിട്ടുള്ള ഗേളിനെ, വുമനെ സംരക്ഷിക്കാൻ വേണ്ടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു വാറിയർ മുന്നോട്ട് വരുന്നതിന് ഷിവൽറി എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ഷിവൽറി എന്നുള്ള തീമും ഇതിലുണ്ട്. ഒബീഡിയൻസ് ഉണ്ട്, ഡ്യൂട്ടിഫുൾനെസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഓപ്റ്റിമിസം ഉണ്ട്, പോസിറ്റീവ് തിങ്കിങ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് വളരെ വളരെ ബെനിഫിഷ്യലായി വരുന്ന ഒരു ബാലഡാണ് സർ പാട്രിക് സ്പെൻസ്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ അതിൻ്റെ അവസാനത്തെ ചില വരികളിൽ നമുക്ക് നോക്കാം. അതായത് ഡീപ്പ് ഡൗൺ ഇൻ ദ സീ there lies God Patrick Spence. Deep down in the sea there lies the guide Patrick Spence. എന്ന് പറയുമ്പോൾ ആ സമുദ്രത്തിൻ്റെ അഗാധതയിൽ സർ പാട്രിക് സ്പെൻസ് കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ആളുകളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സന്ദർഭം അത് നമുക്ക് ഷേക്സ്പിയറിലൂടെ കാണാം. ഷേക്സ്പിയറിൻ്റെ ടെംപിസ്റ്റ് എന്നുള്ള ഡ്രാമയിൽ തന്നെ നമുക്കറിയാം, ഫെർഡിനൻഡിനെ സമാധാനിപ്പിക്കാനാണ് ഏരിയൽ ശ്രമിക്കുന്നതെങ്കിലും ഏരിയൽ ആദ്യം ഫെർഡിനൻഡിനെ ഒന്ന് പ്രകോപിപ്പിക്കുന്നുണ്ട്. ഫെർഡിനൻഡിന്റെ ഫാദർ
ഫെർഡിനൻഡിന്റെ ഫാദർ മരിച്ചുപോയി, ഷിപ്രക്ഡായി എന്ന് ഫെർഡിനൻഡിനെ വിശ്വസിപ്പിക്കാൻ ഏരിയൽ കുറച്ചൊരു ഒരു വാട്ട് യു കോൾ ഇറ്റ്, ഒരു ക്രൂരത, ഒരു ക്രൂരമായ രീതിയിൽ ഏരിയൽ പാടുന്ന ആ വരികൾ പോലും ഈ സർ പാട്രിക് സ്പെൻസിന്റെ വരികളെ റിമൈൻഡ് ചെയ്യുന്നതാണ്. എന്താണ്? ഫുൾ ഫാദം 5 thy father lies എന്ന് പറയുന്നത്. കടലിന്റെ അഗാധതയിൽ ഫുൾ ഫാദം 5 thy father lies എന്ന് ഏരിയൽ എന്ന് പറഞ്ഞ സ്പിരിറ്റ് ഫെർഡിനൻഡിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓർമ്മ വരുന്നത് സർ പാട്രിക് സ്പെൻസിന്റെ അവസാനത്തെ വരികളാണ്. ഏത്? ഡീപ് ഡൗൺ ഇൻ ദ സീ there lies God, ഗൈഡ് പാട്രിക് സ്പെൻസ്. മനസ്സിലായി? അപ്പോൾ ഷേക്സ്പിയർ പോലുള്ള മഹാന്മാരായ റൈറ്റേഴ്സിനെ, ഡ്രാമാറ്റിസ്റ്റിനെ, പോയിറ്റ്സിനെ പോലും അതേപടി ഇമിറ്റേറ്റ് ചെയ്ത് അതേപടി വരികൾ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളോടുകൂടി ആ വരികൾ എടുത്ത് എഴുതുവാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബാലഡായിരുന്നു സർ പാട്രിക് സ്പെൻസ്. അപ്പോൾ അത് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ആ ക്ലാസ് എടുക്കുമ്പോഴാണ് അതിൻ്റെ സ്റ്റോറി ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മറ്റു ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. യെസ്, ട്രഡീഷണൽ ബാലഡ്സും ലിറ്റററി ബാലഡ്സുമായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ ബാലഡാണ് സർ പാട്രിക് സ്പെൻസും ചെവി ചേസും ലോർഡ് റാൻഡലും ദ വൈഫ് ഓഫ് അഷേഴ്സ് വല്ലും, ഇതൊക്കെ ട്രഡീഷണൽ ബാലഡ്സ് ആണ്. ദ 3 റേവൻസും ദ 2 കോർബീസും ചെവി ചേസ് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് വർക്ക്. റോബിൻഹുഡ് ബാലഡ്സ് ഒരുപാടുണ്ട്. റോബിൻഹുഡ്, അതുപോലെ 13th century ബാലഡ്സ് ആണ്. 13th centuryയിലാണ് ബാലഡ്സ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ റോബിൻഹുഡ് ആണ് റോബിൻഹുഡ് ബാലഡിലെ ഹീറോ എന്ന് പറയുന്നില്ലെങ്കിലും പ്രോട്ടഗോണിസ്റ്റ്. അത് ഒരു ഹീറോയിക്ക് ഔട്ട്ലോ ആണ്. നിയമത്തിനെതിരെ നമ്മൾ കായംകുള കൊച്ചുണ്ണി എന്നൊക്കെ പറയുന്നത് പോലെ പാവങ്ങളെ സഹായിക്കുന്ന ഒരു ഔട്ട്ലോ ആണ്, ഒരു ആർച്ചറും കൂടിയാണ്, വില്ലാളി വീരനാണ്. ക്രൂസൈഡ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇവൻ. യോമൻ ക്ലാസ്സിലാണ് ഇവൻ പെടുന്നത്. ഹൗ മെനി സ്റ്റാൻസാസ് ഡസ് ദ ബാലഡ് സർ പാട്രിക് സ്പെൻസ് ഹാവ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ഹൗ മെനി സ്റ്റാൻസാസ് എന്ന് ചോദിച്ചാൽ 11 സ്റ്റാൻസാസ് ആണ് അവിടെയുള്ളത്. 11 സ്റ്റാൻസാസ് ആണ്. അതായത് 11 സ്റ്റാൻസാസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റാൻസയും ഓരോ ക്വാർട്ടറിൻ ആണ്, 4 ലൈൻഡ് ആണ്. അപ്പോൾ ടോട്ടൽ 44 ലൈൻസ് ആണ് നമുക്കതിൽ കാണുന്നത്. ഇതിൽ വേരിയേഷൻ ഉണ്ട്. ചില വേരിയേഷനിൽ 25 സ്റ്റാൻസാസ് എന്നൊക്കെ കാണാം. പക്ഷെ നമ്മൾ പ്രിസ്ക്രൈബ്ഡ് വർക്ക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് 11 സ്റ്റാൻസാസ് ഉള്ളത്, അതായത് 11 ക്വാർട്ടറൈൻസ് ഉള്ള 44 ലൈൻഡ് ആയിട്ടുള്ള പാട്രിക് സ്പെൻസ് ആണ്. ഇനി കോൾറിഡ്ജിന്റെ ആസ് റെഫറൻസ് ടു സർ പാട്രിക് സ്പെൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഷേക്സ്പിയറുടെ ടെംപിസ്റ്റിൽ പാട്രിക് സ്പെൻസിന്റെ വരികൾ അങ്ങനെ തന്നെ ചെറിയ മാറ്റങ്ങളോടുകൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ റെഫറൻസ് ഉള്ള വർക്കുണ്ട്. സർ പാട്രിക് സ്പെൻസ് റെഫറൻസ് ആയി വരുന്ന കോൾറിഡ്ജിന്റെ ഡിജക്ഷൻ ഓഡിലാണ്. അതുപോലെ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ദ ഷിപ്പ്രക്ക്, പാട്രിക് സ്പെൻസിന്റെ ഷിപ്പ് എവിടെയാണ് റെക്ഡ് ആയിട്ടുള്ളത്? അത് എത്ര മൈൽസ് എവേ ആണ്? അത് അബർഡീനിൽ നിന്നും 40 മൈൽസ് എവേ ആണ്. ഹൗ മെനി വീക്സ് പാട്രിക് സ്പെൻസ് നോർവേയിൽ താമസിച്ചത് എത്ര വീക്കാണ്? 2 വീക്സ് ആണ്, ഓർമ്മിക്കണം. പിന്നെ മോസ്റ്റ് ഫേമസ്, അത് പാട്രിക് സ്പെൻസിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ആ ക്ലാസ് എടുക്കുമ്പോൾ പറയാം. മോസ്റ്റ് ഫേമസ് റോബിൻഹുഡ് ബാലഡ് ഏതാണെന്ന് ചോദിച്ചാൽ റോബിൻഹുഡ് ആൻഡ് ദ കർട്ടൽ ഫ്രയർ എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിച്ച് ഹിസ്റ്റോറിക് ബാറ്റിൽ ഈസ് റെഫേർഡ്? നമ്മൾ അടുത്ത സെക്കൻഡ് നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ഉള്ളത് ചെവി ചേസ് ആണ്. അതൊരു വലിയ ബാറ്റിലിന്റെ കാര്യമാണ് ചെവി ചേസ്. നാളെ ആ ബാറ്റിലിനെ കുറിച്ചുള്ള നമുക്ക് പിന്നെ ചില ചോദ്യങ്ങൾ നോക്കാം. ബാറ്റിൽ ഓഫ് ഓട്ടൻബേൺ ബിറ്റ്വീൻ ഹോട്ട്സ്പർ പേസി ആൻഡ് ഏൾ ഓഫ് ഡഗ്ലസുമാണ് അതിലേക്ക് കഥയായിട്ട് വരുന്നത്. 1388 ഈ ബാറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ബാറ്റിൽ വിച്ച് ഹിൽ ഈസ് മെൻഷൻഡ് ഇൻ ദ ബാലഡിൽ ചെവിയോട്ട് ഹിൽസ് എന്ന സ്ഥലത്ത് വെച്ചാണ്, ചെവിയറ്റ് ഹിൽസ്, അവിടെ വെച്ചാണ് ഈ ബാറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. സർ ഫിലിപ്പ് സിഡ്നി റിമാർക്ക്ഡ് അബൌട്ട് ചെവി ചേസ് എന്ന് പറഞ്ഞ ബാലഡ് പിന്നീട് മഹാനായ ഒരു എഴുത്തുകാരൻ റെഫറൻസ് ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഡിഫൻസ് ഓഫ് പോയസിൽ സർ ഫിലിപ്പ് സിഡ്നി ചെവി ചേസ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. നമ്മൾ ചെവി ചേസ് മാത്രം അങ്ങോട്ട് പഠിച്ചു പോയാൽ നമ്മൾ പരീക്ഷയ്ക്ക് നമുക്ക് സക്സസ്ഫുൾ ആകണമെന്നില്ല. നമ്മൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതുമായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങൾ, ഇപ്പൊ പ്രത്യേകിച്ച് ഫിലിപ്പ് സിഡ്നി ചെവി ചേസിനെ കുറിച്ച് എന്തെങ്കിലും റെഫറൻസ് പറഞ്ഞോ, ഏത് ബുക്കിൽ പറഞ്ഞു, അപ്പൊ ഡിഫൻസ് ഓഫ് പോയസിയിൽ, അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക.
അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. കാരണം ബെസ്റ്റ് വിഷസ്, ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾക്കൊരു വില്ലുണ്ടാവണം. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണ് പറയുന്നത്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ ആണ്. നമ്മൾ എന്തെങ്കിലും നന്നായി തുടങ്ങി വെക്കുക, നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നന്നായി തുടങ്ങി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുഴുവനായിട്ടും നമുക്ക് കിട്ടുന്നത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവിധ ബെസ്റ്റ് ഓഫ് ലക്ക്, ഗുഡ് ലക്ക്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.